ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൊടികളാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് സുർക്കയാണ്. അപ്പോൾ ഫസ്റ്റ് വെച്ചത് കുറഞ്ഞു പോയതുകൊണ്ട് പിന്നെ കുറച്ചും കൂടെ സുർക്ക ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ കൈവച്ച് മിക്സ് ചെയ്യണമെങ്കിൽ നല്ലപോലെ കൈവച്ച് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ നല്ലപോലെ എന്ത് ചെയ്യുക, നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ്റെ രണ്ട് സൈഡും നല്ലോണം ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഫുൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 സവാള ആട്ടോ എടുത്തിട്ടുള്ളത്. കുനുകുനാന്ന് പറഞ്ഞിട്ട് അതെന്ത് ചെയ്യുക, നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ചൊന്ന് വഴഞ്ഞ് വരുമ്പം അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ പച്ചമുളകും കൂടെ ചതച്ചതാണേ. ഇതൊന്ന് കുറച്ച് വഴറ്റുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്കതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിൻ്റെയും പച്ചമണം മാറുന്ന വരെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. അങ്ങനെ കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം 2 പീസ് ബട്ടർ നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ നടുക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബട്ടർ അലിയുന്നത് വരെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം വഴറ്റി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കേണ്ട. വെജിറ്റബിൾസ് ഏടും നിങ്ങൾക്ക് ആഡ് ചെയ്യുക. ഞാനിവിടെ ക്യാപ്സിക്കം മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് അതും കൂടെ ഒന്ന് നല്ലപോലെ എന്ത് ചെയ്യുക, ഒന്ന് അത് വേവുന്നത് വരെ ജസ്റ്റ് ഒന്ന് കുക്കാക്കാം. ഇനി നമുക്കതിലേക്ക് പാലാട്ടോ ഒഴിക്കേണ്ടത്. ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, പാൽ ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഓറിഗാനോ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ട് ഒന്നും കൂടെ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ബർഗറിൻ്റെ ബെന്നാട്ടോ വേണ്ടത്. അതിന് നമുക്ക് ഇതിൻ്റെ 4 സൈഡ് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് കുയ്യായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സോസ് ഉണ്ടെങ്കിൽ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സോസ് യൂസ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സോസും കൂടെ യൂസ് ആക്കുക. അപ്പം വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മുടെ ഈ ഒരു മസാല നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒന്ന് നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നോർമൽ ചീസ് ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക, ജസ്റ്റ് അലങ്കാരത്തിന് മാത്രം. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കണം. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു ചീസൊക്കെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓവൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റവിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇത് മെൽട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ട് വേണം. ഇഡ്ഡലി തട്ട് എടുത്തിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റും കൂടി എടുക്കാം കേട്ടോ. അതിലേക്ക് കണക്കായിട്ട് പോകുന്ന ദെൻ അതിലേക്ക് ഈ നമ്മൾ ബർഗറും കാര്യങ്ങളൊക്കെ വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് മൂടിയിട്ട് ഒരു 7 to 10 മിനിറ്റ്സ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഇത് കുക്കാക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മെൽറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതാ ഇവിടെ മൊത്തം മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഇഫ്താർ സ്നാക്ക് റെസിപ്പി. ഈസി ചിക്കൻ ക്രീം ബണ്ണാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളിയാണിത്, കഴിക്കാനും ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.